മനസ്സിലായി? ഇനി ശാന്തി. അധ്യായം 14 ശാന്തി. ജനകൻ തന്നെ പറയുകയാണ്. ജനക ഉവാച, ജനകൻ പറഞ്ഞു, പ്രകൃത്യാ ശൂന്യചിത്തോയഃ പ്രമാദ ഭാവഭാവനഃ നിദ്രിതോ ബോധിത ഇവ ക്ഷീണസംസ്മരണേ ഹി സ പ്രകൃത്യാ ശൂന്യചിത്തോയ പ്രമാദ ഭാവഭാവനഃ നിദ്രിതോ ബോധിത ഇവ ക്ഷീണസംസ്മരണോ ഹി സ. നിദ്രിതോ ബോധിത ഇവ. ആര്? യഹ, യാവനൊരുത്തൻ പ്രകൃത്യാ ശൂന്യചിത്തഃ പ്രമാദ ഭാവഭാവനഃ നിദ്രിതഃ അഭി ബോധിത ഇവ സഹ ഹി ക്ഷീണസംസ്മരണഃ ഭവതി. യഹ, യാവനൊരുത്തൻ പ്രകൃത്യാ ശൂന്യചിത്തഃ, സ്വതവേ വാസനാശൂന്യനും ചിത്തത്തിൽ സ്മരണകളില്ലാത്തവൻ, ചിത്തം ഒന്നും സ്മരിക്കാതിരിക്കുന്ന അവസ്ഥയോടുകൂടിയവൻ. പ്രമാദാത് ഭാവഭാവനഃ, അബദ്ധത്തിൽ മാത്രം വസ്തുക്കളെ ഓർക്കുന്നവൻ, അബദ്ധം കൊണ്ട് വസ്തുക്കളെ ഓർക്കുന്നവൻ. പ്രകൃത്യ എല്ലാവനും ശൂന്യചിത്തനാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പ്രമാദം നിമിത്തം മുമ്പ് ചെയ്തതൊക്കെ പ്രമാദം അവിടെ കിടക്കുന്നത് കൊണ്ട് വാസന അബദ്ധത്തിൽപ്പെട്ട് കയറി വരികയാണ്. അതുകൊണ്ടാണ് ഈ അപകടമൊക്കെ വരുന്നത്. അപകടം അബദ്ധം കൊണ്ടേ വരുള്ളൂ, സുബദ്ധമായിട്ട് അപകടം വരില്ല. ആ പഴയ വാസന എവിടെയോ കിടപ്പുണ്ട്. ആ അബദ്ധം കൊണ്ടാണ് ഇവനിങ്ങി കയറി വരുന്നത്. അല്ലാതെ സുബദ്ധമായിട്ട് ആർക്കും ഒരു വാസനയും വരുന്നില്ല. വാസന ഏത് പൊന്തിയാലും ദുഃഖമാണ്. ഏത് വാസന സംസ്മരണത്തിലേക്ക് എത്തിയാലും ദുഃഖമാണ് വരുന്നത്. അതുകൊണ്ടത് അബദ്ധ വഴിക്കേ വരുള്ളൂ, പ്രമാദത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. പ്രകൃതം ചിത്തശൂന്യതയാണ്. ചിത്തശൂന്യമിവ, ചിത്തത്തില് സ്മരണകളൊന്നുമില്ലാതിരിക്കുന്നതാണ് പ്രകൃതം. അതിലേക്ക് അബദ്ധത്തിലാണ് കയറി വരുന്നത്. ചിത്തം ശൂന്യമായി തപസ് ചെയ്താണ് സൗഭരി ഇരുന്നത്. ഭാഗവതം, സൗഭരിയെ പോലെ തപസ് ചെയ്ത ഒരാളില്ല. എല്ലും തോലുമായി, ആഹാരനീഹാരാദികളൊക്കെ നിലച്ചു, അങ്ങനെ ഇരുന്നതാ. അല്ല, സൗഭരി തപസ്സെല്ലാം കഴിഞ്ഞ് ശുദ്ധചിത്തനായവൻ രാവിലെ പതിവായി പോയി കുളിച്ചിരുന്നതാണ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിച്ചിരുന്നവനാണ്, ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ അന്ന് കുളിക്കാൻ ചെന്നപ്പോൾ രണ്ട് മത്സ്യം ഇണചേരുന്നതേ കണ്ടുള്ളൂ. പ്രമാദമായത് മസ്തിഷ്കത്തിൽ തട്ടിയപ്പോൾ ചിത്തം ഉണർന്നു. ചിത്തം ഉണർന്ന സൗഭരി
കരയ്ക്ക് കയറി നേരെ ഓടിയത് രാജകൊട്ടാരത്തിലേക്കാണ്, മാന്ധാതാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. നേരത്തെ തപസ് ചെയ്തു, മുമ്പ് തപസ്, ഇപ്പൊ കുളിക്കാൻ പോയതാണ്. ആ സമയത്തൊന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, അന്നേരമാണ്. വാരിചര പ്രസംഗ പ്രത്യാവിധം ബ്രഹ്മഘൃതം ചയത് എന്നാ പറഞ്ഞിരിക്കുന്നത്. വാരിചര പ്രസംഗാത്, വെറും വാരിചരം, ഇത്രയേ ഉള്ളൂ. ഒരു പുസ്തകത്തിന്റെ കവർ മതി, കൂടുതലൊന്നും വേണ്ട. ഒരു കഥ അല്പം കേട്ടാ മതി, വാസുദേവകഥാരുചി വരാതെ വിഷയകഥാരുചി വന്നാ മതി. പെട്ടെന്ന് പ്രമാദം വരും. ചിത്തവൃത്തിയിൽ പ്രമാദം വന്നതും സൗഭരി ഓടിയത് മാന്ധാതാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരത്തിൽ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, നല്ല സുന്ദരികളായ മക്കളുണ്ട്, കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. രാജാവ് വരണ്ടുപോയി. ഈ എല്ലും തോലുമായ മനുഷ്യന് പിടിച്ചു കൊടുക്കുക തൻ്റെ പെൺകുട്ടികളെ. പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തപസ്സൊക്കെ ചെയ്തവനാണ്. ഇയാൾ ശപിച്ചാൽ നമ്മുടെ പണിയും തീരും. രണ്ടിൽ നിന്നും മോചനം നേടണം. രാജാവ് പറഞ്ഞു, സ്വയംവരാണ്, ഇരുന്നോളൂ. കാരണം ഏതായാലും ഇട കഴുത്തെ മാലയൊന്നും വീഴുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇയാൾ അതുവരെ ചെയ്ത തപസ് മുഴുവൻ ചെലവഴിച്ച് സുന്ദര കുട്ടപ്പനായി. അവിടെ അതുപോലെ വേറൊരുത്തം വന്നിട്ടില്ല. പിള്ളേരെല്ലാം പോയി മാല കിട്ടും. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ വാസന അങ്ങ് പോയത്. അപ്പോഴാ ഞെട്ടിയൊരു ഓർമ്മ വന്നത്, നാണക്കേട്, ലജ്ജാവോ, ഇത്രയും കാലം പണിയെടുത്തത് ഇതിനു വേണ്ടിയായിരുന്നു. ഇതായിരുന്നെ പിന്നെ നേരത്തെ കാലത്ത് വല്ലതും ചെയ്യത്തില്ലായിരുന്നു. ഇറങ്ങിയൊരു ഓട്ടം വെച്ച് കൊടുത്തുന്ന ഈ ലോകത്തിലെ വിഷയവാസനകൾ അത്രയും ശൂന്യമായ ചിത്തത്തിൽ പ്രമാദം കൊണ്ടുവരുന്നതാണ്. ആ പ്രമാദം കൃത്യമായി വരികയും ചെയ്യും. എന്റെ ചിത്തം സ്വഭാവേന വാസനാശൂന്യമാണ്. സ്വഭാവേന വാസനാശൂന്യനും പ്രമാദം കൊണ്ട്, പ്രമാദം ശ്രദ്ധക്കുറവ്. സത്യമായ ആത്മാവിനെ അറിയാതിരിക്കുന്നത് പ്രമാദം. തെറ്റ്, പ്രമാദം തെറ്റ്, പ്രമാദം തെറ്റ്. തെറ്റുമുണ്ട്. തെറ്റെന്താണ്? ശ്രദ്ധ നഷ്ടപ്പെടുക. ശ്രദ്ധ സത്യം ധീയതേ ഇതി ശ്രദ്ധ, സത്യധാരണ. ഏതാണ് സത്യം? മൂന്ന് കാലത്തിലുമുള്ളത് സത്യം. ജാഗ്രത്തിലാകുമ്പോൾ ജാഗ്രത് വാസന വന്ന് ഇന്ദ്രിയജനിത അനുഭവങ്ങൾക്ക് സത്യം കൽപ്പിക്കും. പ്രമാദം വന്നില്ലെങ്കിൽ സത്യം കൽപ്പിക്കില്ല. വാസനാശൂന്യനായി നിൽക്കുമ്പോൾ നഷ്ടലാഭങ്ങളില്ല. വാസനാശൂന്യനല്ലാതാകുന്നത് അശ്രദ്ധ അങ്ങ് പോകുമ്പോഴാണ്. ശ്രദ്ധ വിട്ടാൽ പ്രമാദം വരും. പ്രമാദം വന്നാൽ ജാഗ്രത അനുഭവത്തിന് സത്യതയുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ജാഗ്രത അനുഭവവും സത്യമാവില്ല. പ്രമാദമുള്ള ഒരാൾക്ക് സത്യമായി തോന്നുന്നത് പ്രമാദം വരാത്തവന്റെ ദൃഷ്ടിയിൽ തെറ്റായി തോന്നും.
അങ്ങനെ ഈ ലോകത്തിന്റെ രചന. ഭർത്താവ് ചെയ്തത് അയാളുടെ വാസനാശൂന്യതയിൽ പ്രമാദം വന്നാണെന്ന് ഭാര്യ അറിയുന്നില്ല. ഭാര്യയിൽ വാസനാശൂന്യത നിലനിൽക്കുമ്പോൾ, പ്രമാദം വരാതിരിക്കുമ്പോൾ ഭർത്താവ് ചെയ്തത് അത്രയും തെറ്റാണ് ഭാര്യയ്ക്ക്. മനസ്സിലായില്ല? ആ തെറ്റിനെക്കുറിച്ച് വളരെ ഗംഭീരമായി, വളരെ താത്വികമായി ഭാര്യ വാചാലയാവും. അയാളുടെ ബുദ്ധിയും അയാളുടെ പൂർവവാസനകളും അയാളുടെ പൂർവാനുഭവങ്ങളും വെച്ച് യുക്തിസഹമായി താൻ ചെയ്തത് ശരിയാണെന്ന് വാസനയെ ന്യായീകരിച്ച് അയാൾ സമർത്ഥിക്കും. മനസ്സിലായില്ല? അപ്പൊ ഏറ്റുമുട്ടലുണ്ടാവും. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഇയാൾ ആ വാസനയിൽ നിന്ന് മോചിച്ച് വാസനാശൂന്യനായി നിൽക്കുമ്പോൾ ഇവള് പ്രമാദം കൊണ്ട് വീഴും. അപ്പോൾ ഇയാൾ പല്ലും നഖവും ഉപയോഗിച്ച് ഇയാൾ എതിർക്കും. പഴയത് ഇയാൾ മറന്നുപോകും. കാരണം അതുകൊണ്ടാണ് ഇത് പ്രമാദം കൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ടെങ്കിൽ താനൊരു അരമണിക്കൂർ മുമ്പാണ് ഇതിലും കഷ്ടമായിട്ട് വീണത് എന്ന് ഓർക്കേണ്ടതാണ്. ഓർക്കുകയില്ല. അപ്പോൾ ഇവള് ന്യായീകരിക്കും. ഗംഭീര യുക്തികൾ കൊണ്ടാണ് ന്യായീകരിക്കുന്നത്. ശാസ്ത്രങ്ങൾ, സാങ്കേതിക വിദ്യകൾ എല്ലാം ഇത്തരം യുക്തികളാൽ മാത്രം സഫലങ്ങളാണ്. അവയുടെയൊക്കെ പ്രയോജനം അത്രയേയുള്ളൂ. വാസനാശൂന്യനായവന്റെ പ്രമാദം കൊണ്ടുവരുന്ന വാസനയിലാണ് എല്ലാ ഉപഭോഗങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ അധ്യാസങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ഔഷധങ്ങളും. തിരിച്ചു പഠിക്കരുത്. രോഗം പ്രമാദത്തിലും, ഔഷധം തിരിച്ചുമല്ല. എല്ലാം, സമസ്തവും. ആ വാസന പോലെ വേറൊരു വാസനയിൽ കണ്ടെത്തുന്നതായി ഔഷധം. അതുകൊണ്ട് അവിടെ പ്രയോജനപ്പെട്ടു, പിന്നെ വേറൊന്നിൽ പ്രയോജനപ്പെടുകയില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ മാറ്റമൊക്കെ അപ്പുറത്ത് വരുത്തണം. ഒരുവൻ വാസനാശൂന്യനാണെന്നറിഞ്ഞ് പ്രമാദത്തിന് നിന്നുകൊടുക്കാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അതാതിൻ്റെ തലങ്ങളിലേക്ക് സ്വതന്ത്രമാക്കി വിട്ടാൽ ഒരു രോഗവുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ, ഒരാന്തോളനവുമില്ലാതെ ഈ ഭൂമി ഭംഗിയായി നിലകൊള്ളുന്നത് ബോധ്യമാവുകയും ചെയ്യും. തീർച്ചയായും വാസന ചേരുന്ന പോലെ, വാസന ചേരുന്ന പോലെ. അയാളുടെ വാസനയുടെ സമഗ്രതയും പ്രമാദത്തെയും ഒന്ന് കണ്ടിട്ട് ചിലരോടൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും. ചിലർക്ക് കുറച്ച് വെള്ളം കോരി കൊടുത്താൽ മതിയാവും. ചിലരെ ഒന്ന് കുളിപ്പിച്ച് കിടത്തിയാൽ മതിയാവും. ചിലരുടെ കയ്യിലുള്ള പൈസ മേടിച്ചെടുത്താൽ മതിയാവും. ഇത് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ഇതിനകത്ത് നിറച്ചിട്ട് 1.5 ലക്ഷം രൂപ കൊണ്ടുപോവാ, മരുന്നുണ്ടെന്ന് പറഞ്ഞിത് കാണിക്കുമെന്നും വരുത്, തുറക്കുമെന്നും വരുത്, പിള്ളേരുടെ കയ്യിലൊന്നും കൊടുക്കരുത്. പാവളിക്ക് ഇത് ഒറ്റ ഡോസേ ഉള്ളൂ. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് കള്ളക്കടത്ത് വഴി അമേരിക്കയിൽ വന്ന്, അമേരിക്കയിൽ നിന്ന് ബോംബെ വന്ന്, ബോംബെയിൽ നിന്ന് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും വിചാരിച്ചാലും കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞു കൊടുത്താൽ.
സൈക്കാട്രിസ്റ്റുകളൊക്കെ ഗംഭീരമായിട്ട് ഇപ്പോൾ കാശ് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചത്തേക്ക് നേരെ നിൽക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും മെൻ്റലാണോ ഇത്, അങ്ങനെയൊന്നും മാറുകയില്ല, അന്ന് പിറ്റേ ദിവസം വീണ്ടും തുടങ്ങും. സൈക്കാട്രിസ്റ്റ് ചെയ്യുന്ന ഈ കളിയാണ്, 100% ഈ കളിയാണ്. നിങ്ങൾക്കും അറിയാം, ചില നേരത്ത് ഈ വാസനാശൂന്യമായി നിൽക്കുമ്പോൾ തന്തയോ തള്ളയോ മക്കളോ തലയും കുത്തി മറിയുകയാണ്, പൊളയുകയാണ്, കൊടല് കിടന്ന് മറിയുകയാണെന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഓടിപ്പോകാനും നേരമില്ല, പണിയുണ്ട്, നാളെയാണെ കല്യാണം അല്ലെങ്കിൽ അടിയന്തരം ബഹളമൊക്കെയാണ്. ആ സമയത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് വളിച്ച രസമിരിക്കുന്നത്. മനസ്സിലായില്ല? അതൊരു ദവ്യം കോരി ഒഴിച്ചു, അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് അടിച്ചു. എന്നിട്ട് വീട്ടിൽ ഏതാ പഴയ മരുന്ന് കുപ്പി ഏതാന്ന് വിചാരിച്ചാൽ ലേബലുള്ളവരെന്നെ എടുത്തു അതിലൊഴിച്ചു. ഇത് നേരെ കൊണ്ടുപോയി 2 ഡോസ് കൊടുത്തു. അങ്ങനെയല്ലേ ചെയ്തേ? അങ്ങനെയല്ലേ ചെയ്തേ? അല്ല, അങ്ങനെയാണെന്നാ എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഒരു ഓർമ്മയാ. ഇത് എൻ്റെ ഒരു ഓർമ്മയാ. ഞാൻ എൻ്റെ ഒരു ഓർമ്മയാണ്. പക്ഷേ കൊച്ചൊരു നിപ്പൻ അടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവൻ ശാന്തമായി. ഇതെൻ്റെ ഒരു ഓർമ്മ ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അയലോക്കംകാരാണ്. ഇങ്ങനെയുള്ള പല നമ്പരും കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ അമ്മയ്ക്കും നിങ്ങൾക്കും ആകെ സംശയമായി. അവര് തന്നെ ഇപ്പൊ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല? അവര് പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെ ഞാൻ അറിഞ്ഞു. ഇത്രയും പരസ്യമായിട്ട് അവരവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾ കേൾക്കാതിരുന്നത് പൊട്ടന്മാരായി പോയിട്ടുണ്ടല്ലേ? അതുകൊണ്ട് സകലതും പ്രമാദം കൊണ്ട്, പ്രമാദം ശ്രദ്ധക്കുറവ്, ശ്രദ്ധയില്ലായ്മ, അശ്രദ്ധയല്ല, അശ്രദ്ധയല്ല, ശ്രദ്ധ അശ്രദ്ധ എന്ന് രണ്ടുണ്ട്, അതല്ല. സത്യധാരണ ശ്രദ്ധ, ശ്രദ്ധയില്ലായ്മ സത്യം ധരിക്കാതിരിക്കൽ, അശ്രദ്ധ അസത്യധാരണ. മൂന്ന് പദമാണ്. അവന് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവൻ അശ്രദ്ധയിലാണെന്ന് പറഞ്ഞാൽ കുഴപ്പമായി. മനസ്സിലായില്ല? പിന്നെ അവൻ സത്യം ധരിക്കില്ല. ഇതാണ് ഈ പദങ്ങള് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് ദാർശനിക പദങ്ങളുടെ അർത്ഥം അതിന്റെ തലങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാവും. ശ്രദ്ധ, അശ്രദ്ധ, ശ്രദ്ധയില്ലായ്മ, മൂന്നവസ്ഥയാ. അവിടെ അബദ്ധം കൊണ്ട്, അശ്രദ്ധ കൊണ്ട് ഭാവഭാവന, ശ്രദ്ധയിൽ സത്യത്തെ ഓർക്കും. സത്യധാരണ ശ്രദ്ധ, സത്യം ആത്മാവാണ്, അതിനെ മാത്രം ധരിക്കുന്നത് സത്യധാരണ. ആത്മാവിനെ തമസ് മറയ്ക്കുക, വാസനകൾ ഉളവാക്കുന്ന ക്ഷിപ്തങ്ങളെ രജസ് ഉൽപ്പാദിപ്പിക്കുക,
ആ ക്ഷിപ്തങ്ങൾ ആത്മാവാണെന്ന് സത്വം സമ്മേളിപ്പിക്കുക. ഇത്രയാ പണി. ഇത്രയും പണിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു വാസന ഇങ്ങ് കയറി വന്നാൽ അത് ഇന്നതാണ് എന്ന് ആ വസ്തുവിനെ രജസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, തമസ് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ മറയ്ക്കുമ്പോൾ, സത്വം അതുതന്നെയാണ് നീയെന്ന് ശഠിക്കുമ്പോൾ പ്രതീതമായ അറിവുകൾ ഉണ്ടാകുന്നതാണ് പ്രമാദം. ഇങ്ങനെയാണ് നിരന്തരം പ്രപഞ്ചം ഉണ്ടാകുന്നത്. മൂന്നുപേരും തമ്മിലുള്ളൊരു അവിഹിത വേഴ്ചയാണ് ഈ പ്രപഞ്ചം. തസ്മാത് ഗുണാതീതോ ഭവാർജുന. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നിർദ്വന്ദ്വോ നിത്യസത്വസ്തു. മറ്റേ രണ്ടും ചേരാത്ത സത്വം. നിർയോഗക്ഷേമ ആത്മവാൻ. ഏകവും അദ്വയവുമായ ബോധം മാത്രം, വേറൊന്നുമില്ല. അതിൽ തമസ്സു പ്രമാദം കൊണ്ടുവന്നാൽ ആത്മാവ് മറയപ്പെട്ടു, ഇരുട്ടിലാണ്ടു. അപ്പോൾ രാജസം പദാർത്ഥനിരകളെ ഉൽപ്പാദിപ്പിക്കും, വിക്ഷേപങ്ങളെ. ആ വിക്ഷേപങ്ങളെ ഉൽപ്പാദിപ്പിച്ചതുകൊണ്ട്, ആത്മാവിനെ മറച്ചതുകൊണ്ട് അതാണ് ഞാനെന്നായില്ല. അപ്പോൾ സമ്മേളിപ്പിക്കുന്ന സത്വം അതിനെ മറയ്ക്കാതെ മറച്ചു നിൽക്കുന്ന ആത്മാവിനെ വസ്തുവായി കാണിക്കും. അപ്പോൾ വസ്തുബോധം ഉണ്ടാവും. ഈ പ്രമാദമില്ലാത്തപ്പോഴെല്ലാം വാസനാശൂന്യമിവ. ഞാൻ വാസനാശൂന്യനാണ്. വാസനാശൂന്യനായിരിക്കുമ്പോൾ വസ്തുപ്രതീതിയില്ല, ബന്ധങ്ങളില്ല. പ്രമാദം കൊണ്ട് വസ്തുക്കളെ ഓർക്കുമ്പോൾ, ഭാവന വരുമ്പോൾ, ഇനി വസ്തു മുമ്പിൽ വേണമെന്നില്ല, മുറിക്കകത്ത് വെറുതെ ഇരുന്നാൽ മതി. ഇരിക്കുമ്പോൾ ഓർമ്മ വരും. ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ രസമാണ്. ഉടനെ പോയി ആ സാധനം വാങ്ങിക്കണം. നിങ്ങളിപ്പോൾ ഈ കണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞു, ഇതൊക്കെ പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഭാവന വരുന്നത്. ഞാൻ മറന്നുപോയി. നമ്മുടെ ഗോമതി ചേച്ചിയൊന്നും വിളിച്ചില്ലല്ലോ. നമ്മൾ ഒരു മുറിയിലല്ലേ അഷ്ടാവക്ര ഗീതയ്ക്ക് കിടന്നത്. പോന്നിട്ട് എന്തായി ഒന്നും അറിഞ്ഞില്ലല്ലോ. മുറിയിലിരുന്നപ്പോഴത്തേക്കാണ് ഈ സ്വരൂപശൂന്യനായിരുന്ന, വാസനാശൂന്യനായിരുന്ന അവനിലേക്ക് സ്വരൂപം ശൂന്യമായിട്ട് വാസന അബദ്ധ വഴിക്ക് ഗോമതിയായിട്ട് കയറി വരുന്നു. ചേച്ചിയുടെ കൂടെ ഒന്നിച്ച് കനാലിൽ പോയി കുളിച്ചതാണ്. വിളിക്കാതിരുന്നാൽ എങ്ങനെയാണ്? അപ്പോൾ പെട്ടെന്ന് മൊബൈലെടുത്തു, വിളിച്ചു. വിളിച്ചപ്പോൾ 100 വാസനകൾ നമുക്കും 100 വാസനകൾ അവർക്കും ഉണ്ടാകാവുന്നതൊക്കെ ചർച്ച ചെയ്തു. അഷ്ടാവക്ര ഗീത ഒഴിച്ചുള്ളതൊക്കെ. ഇടയ്ക്കിടയ്ക്കെല്ലാം സ്വരൂപം വിസ്മരണം വരുമ്പോഴൊക്കെ ഓർക്കാൻ. അപ്പോഴാണ് വീട്ടിലൊരു വിശേഷമൊക്കെ വരുന്നത്. ഗോമതി ചേച്ചിയെ വിളിച്ച. ഗോമതി ചേച്ചി നമ്മളെയും വിളിച്ചു. വിളിച്ചപ്പോഴാണ്
അതിന് കൊഴുപ്പേകാൻ ചില സാധനമൊക്കെ ഗോമതി ചേച്ചി കൊണ്ടുവന്നു. അപ്പോഴ് വാസന അകത്തുനിന്ന് കയറുന്നു. അഷ്ടാവക്രഗീതയുടെ ഗുണം ഞാൻ അന്ന് പോയതാണ്. നിങ്ങൾ പറഞ്ഞില്ലേ പോകണ്ട മനുഷ്യ, നിങ്ങളെ ഞാൻ ആകുന്ന വിളിച്ചല്ലേ, നിങ്ങളെ കൊണ്ട് എന്തുപകാരം ഉണ്ടായി? ഞാൻ അഷ്ടാവക്രഗീതയ്ക്ക് പോയതുകൊണ്ട്, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഗോമതി ചേച്ചിയെ പരിചയപ്പെട്ടത്, ഗോമതി ചേച്ചി ഇത് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇനിയും സ്വാമിയുടെ പരിപാടികൾക്ക് പോയാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നതുമാണ്. ഇങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്. മനസ്സിലായില്ല? ഗോമതി ചേച്ചി സാധനമൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. രണ്ടാമത്തെ മോള് കല്യാണം കഴിക്കാറായി നിൽക്കുക. ഗോമതി ചേച്ചിക്ക് വാസന ഉണർന്നു. താൻ അന്ന് തൻ്റെ കൂടെ പരിചയപ്പെട്ടവളെ പോലെയായി ആണ് ഇവളും എന്ന് വിചാരിച്ചു. കാരണം അവളുടെ മകളാണ്. ഗോമതി ചേച്ചി ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിച്ചാലോ എന്ന് ആലോചിച്ചു. കല്യാണത്തിലെത്തി. അടി തുടങ്ങി. ഇതും വാസന ഉണ്ട്. ഇതിങ്ങനെ പെരുകിപ്പോ. എത്ര പെരുക്കണം? ഇത്രയും പെരുകുന്നതാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ സുഖമായിരിക്കും. ഇതിങ്ങനെ പെരുകുന്നത്. ഇതിന് പഞ്ഞൊന്നുമില്ല. ഇത് എവിടം വരെ വേണമെങ്കിൽ പെരുകാം. 1000 നോവൽ ഒന്നിച്ചെഴുതാം. ഒരു 20-30 ചാനലിന് 1 മണിക്കൂർ കൊണ്ട് ഒരു 40 സീരിയൽ കൊടുക്കാം കണ്ടിന്യൂസ് ആയിട്ട്. അതിന് വിഷമമൊന്നുമില്ലാത്തതായി സാധനം. ഇതോ വിസ്മൃതിയിലാണ്. ഇത് തമസ്സും രജസ്സും സത്വവും കൂട്ടിക്കെട്ടിക്കളിക്കുന്ന വിഷലിപ്തമായ ഈ ലോകങ്ങളിൽ പ്രമാദം കൊണ്ട് എൻ്റെ സ്വരൂപത്തിന് ച്യുതി വന്ന് സംഭവിക്കുന്നതാണ്, അബദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. ഞാനിതല്ല, പ്രകൃത്യാ ഞാൻ സ്വരൂപാവബോധത്തിലാണ് എന്നറിഞ്ഞ് ശൂന്യചിത്തനായി വാസനാശൂന്യനായി ഇരുന്ന അവൻ അബദ്ധത്തിൽ മാത്രം അങ്ങനെയാണ് ഈ അബദ്ധം വരുന്നത്.